നമസ്കാരം. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധൻ അറിയപ്പെടുന്നത്. ബുദ്ധി, വിവേകം, ആശയവിനിമയം, വിദ്യാഭ്യാസം, വ്യാപാരം, യാത്രകൾ എന്നിവയുടെ കാരകനായും സാക്ഷാൽ ബുധനെ പരാമർശിക്കുന്നതാണ്. അതിനാൽ തന്നെ ബുധനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിലവിൽ ബുധൻ മീനം രാശിയിൽ പിന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 6 മുതൽ ബുധൻ മീനത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കാൻ ആരംഭിച്ചിരിക്കുകയുമാണ്. ബുധന്റെ ഈ നേരിട്ടുള്ള ചലനം ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രധാനമായും 3 രാശിക്കാർക്ക് ബുധന്റെ ഈ മാറ്റം സൗഭാഗ്യമായി മാറുന്നതാണ്. ഇവരിൽ പ്രധാനമായും പലവിധ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം കടന്നു വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്ന സമയമായതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഏതെല്ലാം രാശിക്കാരാണ് എന്നും രാശിക്കാർക്ക് പ്രധാനമായും സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. ബുധന്റെ അനുഗ്രഹത്താൽ ലാഭം വർദ്ധിക്കുന്നതായ സമയം. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് പരമായ ലാഭം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയോ അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം, ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ മാറ്റിവച്ചിരിക്കുന്നതായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രധാനമായും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് അനുകൂലമായി തീരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിജയം കാണാവുന്നതുമാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതുമാണ്. പെട്ടെന്ന് വരുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ പെട്ടെന്നാണ് വന്നു ചേരുക. ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ലക്ഷ്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദീർഘകാലമായി നിലനിന്നിരുന്ന പല കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക. തടസ്സങ്ങൾ, അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണ് എങ്കിലും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്ന, ഭാഗ്യത്താൽ പല കാര്യങ്ങളും പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ ഈ നാളുകാർക്ക് അഥവാ ഈ നക്ഷത്രക്കാർക്ക് സാധ്യത, യോഗം വന്ന് ചേരാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം നേടേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ബിസിനസ് പരമായി ലാഭം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ നിങ്ങൾക്കുണ്ട്.
ആ പ്രാരാബ്ധങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ അന്തസ്സും ബഹുമാനവും നിങ്ങൾക്ക് പ്രധാനമായും നാൾക്കുനാൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ നടക്കേണ്ടതായ പല പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ, കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമയം ചെലവഴിച്ചാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അനുകൂലമായ യാത്രകൾ, ആഗ്രഹിക്കുന്ന യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പല പ്രശ്നങ്ങളും തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് എങ്കിലും തീർപ്പാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം നൽകുന്ന അനവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാവുന്നതാണ്. ജീവിതത്തിൽ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ, എടുത്തുചാട്ടം പാടുള്ളതല്ല എന്നതാണ്. കൂടാതെ ഈ സമയം ചെലവിന്റെ കാര്യത്തിൽ കൂടി അല്പം നിയന്ത്രണം നിങ്ങൾ പാലിക്കുക. തുലാം രാശി. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ മൂലം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ് പരമായി പലവിധ നേട്ടങ്ങൾ കടന്നു വരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിലുള്ള യോഗമാണ് ഉണ്ടാവുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുക, ജോലിയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരം, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പോലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കടബാധ്യതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും ആ പ്രയാസങ്ങൾ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൈകളിലേക്ക് പണം വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ലക്ഷ്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പ്രണയ സാഫല്യം, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്.